രാവിലെ പലഹാരപ്പണി കഴിഞ്ഞപ്പോൾ വേഗം അടുപ്പ് കത്തിച്ചിട്ട് അരി അടുപ്പത്തിട്ട് വെള്ളം കയറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ മുരിങ്ങക്കായ പൊട്ടിക്കാൻ വന്നതാട്ടോ. എന്താണെന്നറിയാം, രാവിലെ തന്നെ പോകുന്നത് അനിയത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾക്കും കുറച്ച് കൊടുക്കാൻ. ഈ വളപ്പ് ഞങ്ങളെ വളപ്പ് തൊട്ടടുത്ത വളപ്പല്ല, ഇത് മോന് മേടിച്ച വളപ്പാണ്. പക്ഷെ അതിൻ്റെ മുരിങ്ങക്കായ അപ്പുറത്തേക്കാണ് നിറയെ നിൽക്കണം. ഞാൻ തോട്ടിയും കൊണ്ട് കുറേയൊക്കെ വലിച്ചെടുത്തു. കുറേ അവിടെ വഴിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെടുത്ത് പറഞ്ഞു നിങ്ങൾ എടുത്തോളിയും പറഞ്ഞിട്ട് അവരെടുത്തു വിട്ടാൽ പിന്നെ കുറേ നാളികേരം വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്നു വിട്ടാൽ വേഗം എന്ത് കട്ടി മുരിങ്ങക്കായും കൊണ്ട് നവിയിൽ വെക്കാൻ പറിച്ചിട്ടേ കുമ്പളങ്ങിയും മുരിങ്ങക്കായും പിന്നെ ക്യാരറ്റൊക്കെ നുറുക്കിയിട്ട് അത് അടുപ്പിലൊന്നും അല്ല കേട്ടോ വെച്ചത്, ഗ്യാസ് അടുപ്പത്ത് തന്നെ വെച്ചത്. അങ്ങനെ അത് വേവാനായിട്ടപ്പോൾ വേഗം അതിലേക്കുള്ളത് വേഗം നാളികേരമൊക്കെ വരച്ച് കുറച്ച് തൈര് ഒഴിച്ച് പിന്നെ കരിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ അവിൽ റെഡി ആയിട്ടോ. പിന്നെ എന്നറിയാം മാന്തൾ മേടിച്ചിരുന്നു. അപ്പോൾ മാന്തൾ എന്താ മാന്തൾ കറി വെക്കാമെന്നും പറഞ്ഞിട്ടേ കുറച്ച് മല്ലി വെളുത്തുള്ളിയൊക്കെ വറുത്തരച്ച് വെക്കാമെന്നും പറഞ്ഞിട്ട് നാളികേരം ചിരകി അതും വറുത്ത് വെച്ചിട്ട് എന്തെന്നറിയോ വെണ്ടയ്ക്ക് മാങ്ങ ഇട്ടിട്ടാട്ടോ കറി വെക്കണത് മാന്തൾ. അങ്ങനെ അടുപ്പിൽ തന്നെ ചോറ് എന്തും. അപ്പോൾ വേഗം അടുപ്പിൽ തന്നെ വേഗം കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പിൽ വെക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയോ, വേഗം ആവും. ഗ്യാസ് മേലെ ആകുമ്പോൾ പിന്നെ എന്തിനാ അടുപ്പൊന്നും ഇങ്ങനെ നല്ല കനലുള്ള അടുപ്പല്ലേ. അങ്ങനെ മീൻകറി റെഡി ആയിട്ടോ. ഞാനെപ്പോഴും മീൻകറി വെക്കുമ്പോൾ ഇഞ്ചി ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇഞ്ചി ഇട്ടുണ്ടെങ്കിൽ. നിങ്ങളാരെങ്കിലും ഇടാറുണ്ടോ അങ്ങനെ? അങ്ങനെ ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഇന്ന് വറുത്തിടാമെന്ന് വിചാരിച്ചിട്ടേ പാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. ആ അടുപ്പത്ത് തന്നെ വെച്ചതെന്നറിയോ, എന്നാൽ അതിൽ മീനും പൊരിക്കാലോ വിചാരിച്ചിട്ട് വേഗം തേട്ടി പാൻ അടുപ്പത്ത് ചൂടായപ്പോൾ അതിലേക്ക് പിന്നെന്താണ് ചുവന്നുള്ളിയും അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉലുവ ഇട്ട് കിട്ടോ. ഉലുവയിലാണ് വറുത്തിട്ട്. അങ്ങനെ അതിട്ട് ഉള്ളിയൊക്കെ ഇട്ട് അത് വറുത്തിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ ഉണ്ടല്ലോ മസാല തേച്ചിരുന്നു അതൊന്ന് ഇളക്കിയിട്ട് എന്ത് കാട്ടി ആ പാനിൽ തന്നെ വേഗം ഇത്തിരി കരിവേപ്പില ഇട്ടിട്ടേ മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീനും പൊരിച്ചെടുക്കുക കേട്ടോ. അത് 2 ട്രിപ്പായിട്ട് മീനും പൊരിച്ചെടുത്തു. പിന്നെ ഉണ്ടല്ലോ രാവിലെ ദോശക്ക് ഞാൻ ചെറുപയർ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചെറുപയർ അടുപ്പത്ത് വെക്കുമ്പോൾ കുറച്ച് അധികം ഇടും. എന്നിട്ട് അതിന് കുറച്ച് എന്താ പിന്നെ മാറ്റി വെക്കും. എന്നിട്ട് കുറച്ച് കറിയിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ ആ ചെറുപയറുണ്ടായിരുന്നു കേട്ടോ. അതെന്ത് കട്ടിന്ന് തോരൻ വെക്കാമെന്നും പറഞ്ഞിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നാളികേരമൊക്കെ അരച്ചിട്ട് അതും വറുത്തിട്ട് വിട്ടു. അങ്ങനെ തോരനും റെഡിയായി. അങ്ങനെ എല്ലാതും റെഡി ഇട്ടോ. മീൻ കറിയും പിന്നെ ചക്കക്കുരും മുരിങ്ങക്കായും വെച്ചതും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അവർ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നിസ്കരിച്ച് വേഗം ചോറിനാനിരുന്നു കേട്ടോ. വന്നപ്പോൾ അവർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ വേഗം ചോറിനാൻ ഇരുന്നിട്ട് എല്ലാവരും കൂടി. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചോറിനാ. പിന്നെ എന്താണെന്നറിയാം, അതിലേക്ക് പിന്നെ സംഭാരം ഉണ്ടാക്കി, കയ്പ കൊണ്ടാട്ടുണ്ടാക്കി, പപ്പടം പൊരിച്ചു, ചാമ്പക്ക ഉപ്പിലിട്ടതുണ്ടാകും, ചാമ്പക്ക അച്ചാറുണ്ടായിരുന്നു, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചോറുണ്ട് കേട്ടോ. അത് ഭയങ്കര സന്തോഷമായി. കാരണം എപ്പോഴും ഞങ്ങൾ ഒറ്റക്കല്ലേ ഉണ്ടാവാറ്, മക്കളൊക്കെ പോയില്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും സന്തോഷത്തിൽ ചോറുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല പോലെ ചോറുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചായ കുടിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ റേഷൻ കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ ഞാൻ കൊണ്ടാക്കി തരാമെന്നും പറഞ്ഞു. കാറിൽ തന്നെ കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ്, ലാസ്റ്റ് ദിവസമല്ലേ. അപ്പോൾ കുറച്ച് നേരം നിന്ന് എന്നിട്ട് വേഗം മണ്ണെണ്ണയും പിന്നെ കിട്ടി, പച്ചരിയും കിട്ടി, അതുപോലെ ഗോതമ്പും മേടിച്ചു കിട്ടും. അങ്ങനെ ഞങ്ങൾ അതും കൊണ്ട് പോകുന്നു. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ.